ഹായ് ഹലോ നമസ്കാരം. ഞാനിന്ന് ലഡാക്കിലാണുള്ളത് കേട്ടോ. അപ്പം നമ്മളിന്ന് 3 സ്ഥലങ്ങളാണ് കാണാൻ പോകുന്നത്. ഒന്ന് പത്ര സാഹിബ്, അതായത് ഇവിടുത്തെ സിഖുകാരുടെ ഒരു അമ്പലമാണ്. സർദാജികളുടെ ഒരു അമ്പലം, അത് കാണാം. നെക്സ്റ്റ് നമ്മൾ മാഗ്നറ്റ് ഹില്ല്, മൂന്നാമത് നമ്മൾ ത്രിവേണി സംഘം. ഇത് കാണാൻ വേണ്ടി നമ്മൾ യാത്ര തിരിക്കുക കേട്ടോ. അപ്പുറം ഇപ്പുറം എല്ലാം മലകളാണ്. ചില സ്ഥലത്തെല്ലാം ചെറിയ ചെറിയ മരങ്ങൾ കാണുന്നുണ്ട്. അത് മഞ്ഞ് സമയത്ത് അത് മഞ്ഞ് വന്ന് മൂടിയിട്ട് വെള്ളയായിട്ട് അതും കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. വല്ലപ്പോഴും വെയിൽ തെളിഞ്ഞാൽ മാത്രമാണ് അവിടെ എന്താ പറയുന്നത് പച്ചമരം പോലെ തോന്നുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ ആദ്യം പത്ര സാഹിബ് മന്ദിരമാണ് കാണാൻ പോകുന്നത്. അവിടെ കല്ലെറിഞ്ഞ് ഒരു ഭഗവാൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു രാക്ഷസൻ ഇവിടുത്തെ സിഖുകാരുടെ ദൈവത്തിനെ കല്ലെറിഞ്ഞു. ഒരു മലയിൽ മേലിൽ നിന്ന് ഒരു കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കി. എന്നിട്ടും ആ ദൈവം ജീവിച്ചു. ആ രാക്ഷസനെ കൊന്ന് അവിടെയുള്ള മനുഷ്യരെ രക്ഷിച്ചു എന്നാണ് കഥ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ. അമ്പലത്തിലെത്തി ആ അമ്പലം കാണാൻ വലിയ വീഡിയോ ഒന്നും അതവിടെ അല്ല കേട്ടോ, ഫോട്ടോസൊന്നും. അങ്ങനെ ഞാനും മോളും അവിടെ എന്താ പറയുന്നത്, ലേഡീസ് തലയിൽ തുണിയെല്ലാം കെട്ടി ഷാളൊക്കെ കെട്ടിയിട്ട് വേണം അമ്പലത്തിനകത്ത് തൊഴാൻ. ഞങ്ങളവിടെ ഒരു ബോക്സിൽ തലയിൽ കെട്ടാൻ, ലേഡീസ് എന്നല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം. അങ്ങനെ അമ്പലത്തിൽ കയറി അമ്പലത്തിനകത്ത് കയറി തൊഴുതു. ഇതാണ് കേട്ടോ പത്തർ, കല്ല് വന്ന് വീണ് ആ കല്ലാണ്, ദൈവത്തിന് മേലെ കല്ല് വന്ന് വീണ് ആ കല്ലാണ് അവരവിടെ കാണിക്കുന്നത്. അതാണ് കേട്ടോ അവിടുത്തെ ദൈവത്തിന് ഇരുത്തിയിരിക്കുന്നത്. നല്ലൊരു പോസിറ്റീവ് എനർജി ആട്ടോ അതിനകത്ത് കയറിയാലും. ഏത് അമ്പലത്തിൽ ചെന്നാലും നമുക്കൊരു പോസിറ്റീവ് എനർജി ആണല്ലോ, അത് ഞങ്ങൾക്ക് ഫീലായി. എവിടെ ചെന്നാലും കൈകൂപ്പി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് നീങ്ങി. അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ പച്ചരിച്ചോറും പരിപ്പ് കറിയും ചപ്പാത്തിയും ഒരു ചെറിയൊരു തോരൻ പോലത്തെ ഒരു കറി. അങ്ങനെ ഞങ്ങൾ മേലെ ഒരു അമ്പലം കൂടെ ഉണ്ടായിരുന്നു. അതിന് മേലെ തന്നെ ഒരു അമ്പലം കൂടെ ഉണ്ടായിരുന്നു. അതും അവരുടെ ദൈവത്തിനെ കുടിയിരുത്തിയിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. ആ മലയുടെ മേലെ നിന്നാണ് രാക്ഷസൻ ഈ ദൈവത്തിനെ വലിയൊരു കല്ല് വെച്ചെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ചതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ദൈവത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. തിരിച്ച് അവിടുത്തെ ദൈവം രാക്ഷസനെ കൊന്ന് അവിടുത്തെ നാട്ടുകാരെ രക്ഷിച്ചു എന്നാണ്. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു. അവിടെ നിന്നും ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് തലയിൽ കെട്ടിയ തുണിയെല്ലാം, ഷാളെല്ലാം ഊരി മക്കൾക്കും കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആണുങ്ങളോ പെണ്ണുങ്ങളോ ചെന്നാലും തലയിൽ തുണി കെട്ടി മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ. നെക്സ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു മാഗ്നറ്റ് ഹില്ല് കാണാൻ വേണ്ടി. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇത് മുഴുവൻ നോക്കി നടത്തുന്ന പട്ടാളക്കാരാട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഒരു 25 വർഷമായിട്ട് പട്ടാളത്തിലാണ്. അപ്പം ലേയിൽ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് പോസ്റ്റിംഗ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വെക്കേഷൻ ടൈമിൽ ലേ കാണാൻ വന്നത്. ഇനി നമ്മൾ മാഗ്നറ്റ് ഹില്ലിലെത്തി കേട്ടോ. ഇതാണ് മാഗ്നറ്റ് ഹിൽ. മാഗ്നറ്റ് ഹിൽ നോക്കിക്കോളൂ നിങ്ങൾ. ഞങ്ങളവിടെ മുന്നിൽ ചെന്നിരിക്കണേ, എവിടെയാണ് വയ്യ മാഗ്നറ്റ് ഹില്ലെന്ന്. അപ്പോൾ പറഞ്ഞത് ഈ കാണുന്നതാണ് മാഗ്നറ്റ് ഹില്ലെന്ന്. ഈ ചുറ്റിനും കാണുന്ന മാഗ്നറ്റ് ഹില്ലാണ്. അതിൻ്റെ ചുറ്റിനും ഉണ്ടല്ലോ, നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ടാൽ വണ്ടി വരെ ആ മല വലിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് എല്ലാവരും വണ്ടി നിർത്തിയിടുമ്പോൾ കല്ല് തടവ് വെക്കും. ഞങ്ങളതിൻ്റെ മുന്നിൽ ചെന്നിട്ട് അവരോട് ചോദിക്കുന്നത് ഏതാണ് മാഗ്നറ്റ് എന്ന് ചോദിച്ചു. ഈ കാണുന്ന മുഴുവൻ മാഗ്നറ്റാണ് കേട്ടോ. അങ്ങനെ വണ്ടിക്കെല്ലാം തട വെച്ചിട്ട് വേണം വണ്ടി അവിടെ ഇടാൻ എന്നാണ് അവർ പറയുന്നത്. ആകാശം നോക്കുക, ഇതിലെ ഫ്ലൈറ്റ് പോലും ഈ റൂട്ട് വരത്തില്ല. ഫ്ലൈറ്റ് ഈ മാഗ്നറ്റ് വലിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് പോലും വേറെ റൂട്ടാണ് വരുന്നത്. അങ്ങനെ പറയുന്നത്. എന്തായാലും ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. മാഗ്നറ്റ് മല എന്താണെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, കുറച്ച് പൊട്ടിച്ചാലോ, നീ ഒരു തൂമ്പയൊക്കെ എടുത്തിട്ട് വന്ന് നമുക്ക് കുറേ പൊട്ടിക്കാമെന്ന് തമാശയായി പറഞ്ഞു. അത് ആ കാണുന്ന വണ്ടി ഈ പാറയുടെ ഇടയ്ക്കൂടെ വണ്ടി ഓടിക്കുന്നതാണ് ഇവിടെയുള്ളവർ. എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ചെയ്യാം, വലിയ കുട്ടികൾക്കൊക്കെ ചെയ്യാം. എൻ്റെ മോൻ 15 വയസ്സായുള്ളൂ. അതുകൊണ്ട് ഞാൻ മോനെ കൊണ്ട് ചെയ്യിച്ചില്ല. ഹസ്ബൻഡിനൊന്നും താല്പര്യമില്ല. പിന്നെ അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ 2 കിലോമീറ്റർ ഓടിക്കണമെന്ന് പറഞ്ഞു. 100 രൂപ പേയ്മെൻറ്റ്. ഇതെല്ലാം നോക്കുക മുഴുവൻ കല്ലുകളാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ത്രിവേണി സംഘം കാണാൻ വേണ്ടി യാത്ര തിരിച്ചു കേട്ടോ. ത്രിവേണി സംഘം കാണാൻ നോക്കുമ്പോൾ ഒരു സിംഗപ്പുലി പെൺകുട്ടി, അവൾ ബുള്ളറ്റ് ഓടിച്ച് ലഡാക്ക് വരെ വന്നിരിക്കുന്നു. ഇവിടെ മനുഷ്യന് ഫ്ലൈറ്റേ വന്നിറങ്ങി കാറേ വന്നിട്ട് പോലും മേലാതായി. അവളിതാ വണ്ടി ഓടിച്ച് വന്നേക്കുന്നൊക്കെ ഒരു പെൺകുട്ടിയാട്ടോ, ബുള്ളറ്റ് ഓടിച്ച് വന്നിരിക്കുന്നു.
കുട്ടിയായിട്ട് ഞാൻ സംസാരിച്ചു. അവൾ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഹിന്ദി സംസാരിക്കാൻ എനിക്കറിയാം കേട്ടോ. ഞാൻ എന്നിട്ട് അവളോട് ഹിന്ദിയിൽ സംസാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ബുള്ളറ്റ് ഓടിച്ച് ഇങ്ങനെ വരണമെന്ന്. ഞാൻ പറഞ്ഞു നല്ല കാര്യം എന്ന് പറഞ്ഞ് അവളെന്നോട് പറഞ്ഞു വാ അമ്മക്ക് സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ വണ്ടിയുടെ ഇവിടെ മാഡം നിൽക്കും ഞാൻ വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ എന്നെ നിർത്തിയിട്ട് ഇവിടെ കയറിയിരിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് കയറിയിരുന്നില്ല കേട്ടോ. ഞാൻ സ്കൂട്ടിയും കാറും ഒക്കെ ഓടിക്കും, ബുള്ളറ്റൊന്നും ഇതുവരെ ഓടിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ അവളോട് കുറച്ച് നേരം സംസാരിച്ചു. സമയം പോകുന്ന കാരണം പെട്ടെന്ന് വണ്ടി എടുത്തു. അവിടുന്ന് അടുത്ത യാത്ര തിരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ എവിടെ പോയാലും നല്ല സേഫ്റ്റിയാണ്. ലഡാക്ക് ഫുള്ള് മിലിറ്ററിയാണ് കേട്ടോ. പിന്നെ ഇവിടെയുള്ളവർ പറയുന്നുണ്ട് ഏത് സമയവും യുദ്ധം ഉണ്ടാകാമെന്ന്. ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളും മുന്നോട്ട് നീങ്ങി. അങ്ങനെ ഞങ്ങൾ കുട്ടിയോട് യാത്രയൊക്കെ പറഞ്ഞു. താഴോട്ടൊന്നും നോക്കാനേ പറ്റില്ല കേട്ടോ. എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു നീ കൂടുതൽ താഴോട്ട് നോക്കണ്ട, പിന്നെ തല ചുറ്റും, ഛർദ്ദിക്കാൻ വരും, പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, ദൂരേന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അടുത്ത ഞങ്ങൾ ത്രിവേണി സംഘം കാണാൻ വേണ്ടി യാത്ര ചെയ്തു കേട്ടോ. ത്രിവേണി സംഘത്തെപ്പറ്റി നമുക്ക് ഐഡിയ ഒന്നുമില്ലായിരുന്നു. ലൊക്കേഷൻ വെച്ച് പോയി. പിന്നെ ഞങ്ങൾ വണ്ടി വഴിയിൽ നിർത്തിയിട്ട് ഒരു ഡ്രൈവറോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു കുറച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഡ്രൈവ് ചെയ്തു. എന്തായാലും 2 വണ്ടി കഷ്ടിച്ച് പോകാനുള്ള സ്ഥലമുള്ളൂ. ഒരു വശം മുഴുവൻ കുഴിയാണ്, കൊക്ക പോലത്തെ കുഴിയാണ്. ഒരു വശം മുഴുവൻ വലിയ വലിയ മലകളാണ്. ഞങ്ങളങ്ങനെ യാത്ര ചെയ്തു. മോനും ഹസ്ബൻഡിനും പേടിയൊന്നും. ഹസ്ബൻഡ് ഞാൻ പറഞ്ഞില്ലേ 25 വർഷമായി പുള്ളി മിലിറ്ററിയിൽ. പുള്ളിക്ക് ഇതൊന്നും ഒരു പേടിയൊന്നുമില്ല. ആദ്യമേ ഇവർക്ക് കാർഗിലെങ്ങാണ്ടാണ് ഡ്യൂട്ടി കിട്ടിയത്. അപ്പോൾ ആദ്യമേ കണ്ട കാരണം പുള്ളിക്ക് ഇതൊന്നും ഒരു പേടിയല്ല. അങ്ങനെ ഞങ്ങൾ ത്രിവേണി സംഘത്തിൻ്റെ ചെറിയ പുഴകൾ കണ്ടു തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി മുന്നോട്ട് നീക്കി. മലകളുടെ ഇടയ്ക്കൂടെ എല്ലാം പോകാൻ നല്ല എന്താ പറയുന്ന മണ്ണിൻ്റെയും മണ്ണിൻ്റെ മണവും പുഴയുടെ കാറ്റിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഗ്ലാസ്സൊന്നും വണ്ടിയിൽ ഇട്ടേയില്ല. എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റും നല്ലൊരു പ്രകൃതി സൗന്ദര്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണെന്ന് നമ്മുടെ ഇന്ത്യയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ കാണാൻ. എന്തായാലും ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി ഏട്ടനിങ്ങനെ മിലിറ്ററിയിലായതുകൊണ്ട്. ഞാൻ കോട്ടയം കുമരകം കേട്ടോ. ഞങ്ങൾക്കും ഉണ്ട് വലിയ കായൽ, വേമ്പനാട്ട് കായലിൻ്റെ അടുത്താണ് എൻ്റെ വീട്. അങ്ങനെ അതെല്ലാം കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിൽ വിട്ട് വേറൊരു സ്ഥലത്ത് വരുമ്പോഴേക്കും നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ട് മേലേന്ന് നോക്കി എവിടം വരെ പോകണം, എങ്ങനെയായി എന്താന്നൊക്കെ ഹസ്ബൻഡും മോനും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. നമുക്കിനി ആരോടെങ്കിലും ചോദിച്ചിട്ട് നീങ്ങാം എന്ന്. ഞങ്ങൾ മേലേന്ന് ദൂരേന്ന് കേട്ടോ വീഡിയോ എടുത്തതും കണ്ടതുമൊക്കെ. എന്നാന്ന് വെച്ചാൽ താഴോട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് തല ചുറ്റുന്ന പോലെ തോന്നും. നോക്കൂ നിങ്ങൾ, ഇവിടെയാണ് നമുക്ക് എത്തിപ്പെടേണ്ടത്. അവിടെ കടുക് മണി പോലെ കാറും ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമുക്ക് പോകണം, യാത്ര തുടങ്ങാമെന്ന് തീരുമാനിച്ച് ഒരു 10 മിനിറ്റ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അത്രയും ദൂരം നമുക്ക് താഴോട്ട് ഇറങ്ങേണ്ടതാണ്. ഞങ്ങൾ അവിടെ നിർത്തിയിട്ടൊരു വണ്ടിക്കാരനോട് ഞങ്ങൾ ചോദിച്ചു ഇനി എത്ര ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. അന്നേരം അയാൾ പറഞ്ഞു ഒരു 3 കിലോമീറ്റർ കൂടെ പോയാൽ നിങ്ങളവിടെ എത്തുമെന്ന് പറഞ്ഞു. മേലേന്ന് കണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് കൊതിയായി കേട്ടോ. എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയില്ല. താഴെ ചെല്ലണം, വെള്ളത്തിലിറങ്ങണം എന്നൊക്കെ ഓർത്ത് സന്തോഷത്തോടെ മോൾ പറഞ്ഞു അമ്മേ ഞാൻ ഇറങ്ങും കേട്ടോ വെള്ളത്തിൽ എന്നെല്ലാം പറഞ്ഞു. അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ സൂം ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. എന്തായാലും അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങൾ നേരത്തെ നിന്ന പട്ടാളക്കാർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പതിയെ അവിടുന്ന് യാത്ര തിരിച്ചു. അവിടെ മിക്ക ആൾക്കാരും ആ മേലേന്ന് തന്നെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പോവുക കേട്ടോ. കുറേ ചെക്കന്മാർ ബുള്ളറ്റ് എടുത്ത് ഇങ്ങനെ പോകുന്നു. എൻ്റെ മോൻ പറയുന്നുണ്ട് വലുതാകുമ്പോൾ അവനും ബുള്ളറ്റ് എടുത്ത് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ 10 മിനിറ്റ് നിന്ന് ഒരു ഡ്രൈവറോട് ഒന്നുകൂടെ ചോദിച്ചു. ഞങ്ങൾ ഒരു കാര്യം ഒരാളോട് മാത്രമല്ല കേട്ടോ, കുറേ പേരോട് ഞങ്ങൾ ചോദിക്കും. എന്നാന്ന് വെച്ചാൽ പലരും പല ഐഡിയാസാണ് തരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പലരോടും പല അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ വണ്ടി കറങ്ങി ഞങ്ങൾ എന്ത് രസമാണെന്ന് നോക്കും. നമ്മൾ താഴോട്ട് നോക്കാനേ പറ്റില്ല കേട്ടോ. താഴോട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് തല ചുറ്റുന്ന പോലെ തോന്നും.
നമ്മൾ ഒരു വിധത്തിൽ വണ്ടി ഓടിച്ചെത്തി കേട്ടോ. ഇതാണ് ത്രിവേണി സംഘം. 3 പുഴകൾ ഒഴുകിച്ചേരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പാർക്കിങ് നോക്കുക കേട്ടോ. പാർക്കിങ് എവിടെയാണെന്ന് നോക്കുവാണ്. എല്ലാവരും വണ്ടി ഇട്ടെടുത്ത് തന്നെ ഇടണ്ടേ. അവിടെ സിവിലിയൻസാണ് കേട്ടോ. അവിടെ ഞങ്ങൾ ആരും മിലിട്ടറിക്കാരെയൊന്നും കണ്ടിട്ടില്ല. ഏറെ സിവിലിയൻസാണ്. സിവിലിയൻസ് ഫുള്ള് നമ്മുടെ ബോട്ടുമായിട്ട് വന്നിരിക്കും അവർ. ബോട്ട് അവർ വണ്ടിയുടെ മേലെ വെച്ച് കെട്ടി കൊണ്ടുവന്ന് നമ്മളെ ബോട്ട് സർവീസ് നടത്തും. ഒരാൾ കയറുന്നതിന് 1000 രൂപ അവർ മേടിക്കും. അങ്ങനെയാണ്. എന്തായാലും ചെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. കുറേ ഫോട്ടോസൊക്കെ മേലേന്ന് തന്നെ എടുത്തു. ഞങ്ങൾ താഴോട്ട് ഇറങ്ങും കേട്ടോ. ചിലരെല്ലാം വണ്ടി അങ്ങോളം ഇറക്കാൻ നോക്കുന്നുണ്ട്. അവർ പിസിലടിക്കുന്നുണ്ട്. ഇത് കൂടുതൽ ദൂരോട്ട് പോകരുതെന്ന് അവിടുത്തെ സ്റ്റാഫ് പിസിലടിക്കുന്നുണ്ട്. ഞങ്ങൾ പതിയെ നീങ്ങി തുടങ്ങി. കാറ്റ്, തണുത്ത കാറ്റെന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റ് കേട്ടോ. മോനും മോളും ഒന്നും സ്വെറ്റർ ഇട്ടിട്ടില്ല. ഞാൻ സ്വെറ്റർ ഇട്ടു. എനിക്ക് സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മൂക്കടപ്പും പനിയൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ സ്വെറ്ററൊക്കെ ഇട്ട് സോക്സും ഷൂ ഒക്കെ ഇട്ടിട്ടാണ് എൻ്റെ പോക്ക് കേട്ടോ. എന്നാലും 20 ദിവസം ഇവിടെ നിൽക്കേണ്ടത് കൊണ്ട്. അതാണ് കേട്ടോ ബോട്ട്. ആ ബോട്ടിലാണ് നമ്മളെ അവർ കൊണ്ടുപോകുന്നത്. വേൾഡ് ഹയസ്റ്റ് എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ. അതാണ്. ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമെന്ന് ഞാനൊരിക്കലും വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ ആയതുകൊണ്ട് ലോകം മുഴുവൻ ഞങ്ങൾ കറങ്ങുന്നുണ്ട് കേട്ടോ. ചേട്ടൻ എവിടെ പോസ്റ്റിംഗ് ആയാലും ഫാമിലി വെക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെയാണെങ്കിൽ ഞങ്ങൾ കൂടുതലുണ്ടാകാറുണ്ട്. ഇപ്പോൾ ഇവിടെയൊന്നും സ്ഥിരമായി ഫാമിലി വെക്കാൻ പറ്റില്ല. മെയ് ജൂണിലൊക്കെ ഇങ്ങനെ കറങ്ങാൻ വരാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ 20 ദിവസം ടൂറിന് വന്നതാണ്. പതിയെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി തുടങ്ങി കേട്ടോ. അങ്ങോട്ട് അടുക്കും തോറും ഐസ് കാറ്റ് വന്നു തുടങ്ങി. വലിയ സന്തോഷത്തോടെ ഇറങ്ങി കേട്ടോ. കൈ തൊടാൻ മേലെ മക്കളെ. ഈ ഐസ് വെള്ളമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന ഐസ് വെള്ളമില്ലേ എന്ന് പറഞ്ഞ പോലെ ഐസാണ്. പിന്നെ ഇവിടെ ബോട്ടിങ് രാവിലെ മാത്രമുള്ളൂ. ഉച്ച കഴിഞ്ഞ് കാറ്റ് തുടങ്ങിയാൽ ബോട്ടിങ് ഇല്ല പോലും. അങ്ങനെ ഞങ്ങൾക്ക് ആ മഹാഭാഗ്യം നഷ്ടപ്പെട്ടു. അവർ ബോട്ടെല്ലാം കരയ്ക്ക് കയറ്റി വെച്ചു. കുറേ പേരെല്ലാം ബോട്ടെടുത്ത് അവരുടെ വണ്ടിയുടെ മേലെ വെച്ച് കെട്ടി കൊണ്ടുപോകാൻ തുടങ്ങി. കണ്ടോ, വണ്ടിയുടെ മേലെ വെച്ച് കെട്ടിയിരിക്കും അവർ. അങ്ങനെ അവർ പോകാൻ തുടങ്ങി. ഞങ്ങൾ കുറേ സമയം ഫോട്ടോസൊക്കെ എടുത്ത്. അവിടെ നല്ല വെള്ളാരം കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വെള്ളാരം കല്ലുകളൊക്കെ പെറുക്കിയിട്ടുണ്ട്. അത് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. കല്ലുകളെല്ലാം പെറുക്കിയതൊക്കെ. അങ്ങനെ ഞാനും എൻ്റെ മോള് ഷൂവും സോക്സും ഒക്കെ ഊരി അതിനകത്ത് ഇറങ്ങി. അവൾക്ക് പിന്നെ തണുപ്പൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അവൾ പറയുന്നത് എനിക്കിഷ്ടമാണ് അമ്മ എന്നെല്ലാം പറഞ്ഞ് അവൾ ഷൂ ഒക്കെ ഊരി. ഇത് കലക്ക വെള്ളമൊന്നുമല്ല കേട്ടോ. നല്ല കണ്ണുനീര് വെള്ളമാണ്. പക്ഷേ നമുക്ക് വായിലൊന്നും വെക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അവിടെ അതേപ്പറ്റി ഐഡിയ തരാനൊന്നും അവിടെ ആരുമില്ലായിരുന്നു. പറഞ്ഞു തരാനൊന്നും ആരുമില്ലായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. മാളൂട്ടി കുറച്ച് നേരം അവിടെ ഡാൻസൊക്കെ കളിച്ചു. മോനും കുറേ വീഡിയോസൊക്കെ എടുത്ത്. ഞങ്ങളവിടെ കുറേ സമയം ആസ്വദിച്ച് നിന്നു. ഇതാണ് ത്രിവേണി സംഘം. ചെറിയ ചെറിയ കല്ല് നോക്ക്, എത്ര കണ്ണുനീര് വെള്ളമാണ്. നമ്മുടെ അക്വേറിയത്തിൽ ഇടുന്ന പല തരത്തിലുള്ള കല്ലുകളുണ്ട് ഇവിടെ. ചുമല, വെള്ള, ഒരു ഗ്രേ കളർ, അങ്ങനെ പല തരത്തിലെ കല്ലുകളുണ്ട്. ഞാൻ കല്ല് പെറുക്കാൻ വേണ്ടി കൈയിടുമ്പോഴേക്കും എനിക്ക് തണുത്ത് മരച്ചു കേട്ടോ. ഹസ്ബൻഡ് പറഞ്ഞു കൂടുതൽ കളിക്കണ്ട, വെള്ളത്തിൽ കളിക്കണ്ട എന്ന് പറഞ്ഞ്. കാര്യം ഇനി ഞങ്ങൾക്ക് ഇവിടെയും കുറേ ദിവസങ്ങൾ നിൽക്കാനുള്ളതാണ്. അപ്പോൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവുമല്ലോ. നമ്മൾ മേലേന്ന് കണ്ട ബോർഡുകളാണ് കേട്ടോ ഇതൊക്കെ. നമ്മൾ മേലേന്ന് വാച്ച് ചെയ്തില്ലായിരുന്നോ, അതൊക്കെയാണ് കേട്ടോ. എന്തായാലും ത്രിവേണി സംഘം കാണാനുള്ള ഭാഗ്യവും ലഭിച്ചു. അവിടെ കോഫി, റൈസ്, ബിരിയാണി, ചപ്പാത്തി എല്ലാം അവരവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് മാത്രമേ യാത്ര ചെയ്ത് ചെല്ലുന്നവർക്ക് ഫുഡൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. റേറ്റൊന്നും കുഴപ്പമില്ല, മിതമായ റേറ്റാണ്. അങ്ങനെ ഞങ്ങൾ ത്രിവേണി സംഘത്തിൽ കുറച്ച് നേരം 1 മണിക്കൂറോളം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഏട്ടൻ പറഞ്ഞു നമുക്ക് പോകാം, രാത്രിയാവുന്നതിന് മുമ്പ് വീട്ടിൽ കയറണം എന്ന് പറഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു. അതുപോലെ തന്നെ മലകൾക്കിടയ്ക്കൂടെ യാത്ര. 2 മലകൾക്കിടയ്ക്ക് 2 വണ്ടി പോകാൻ മാത്രം. പണ്ട് എൻ്റെ ഹസ്ബൻഡ് വരുമ്പോഴേക്ക് ചെറിയ റോഡുകളായിരുന്നാണ് പറയുന്നത്. അതും ഇതുപോലെ താറിട്ട റോഡൊന്നും അല്ലായിരുന്നു പോലും. ചെറിയ റോഡായിരുന്നു പോലും. ഇപ്പോൾ അത് ഹൈവേ റോഡായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. നിങ്ങൾ എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ എഴുതണം കേട്ടോ. കമൻ്റ് ഇടണം.
ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പുതിയൊരു യൂട്യൂബറാണ്, സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ. പിന്നെ നിങ്ങൾ കാണൂ, ആകാശം കാണൂ, എന്ത് രസമാണെന്ന്. ഭയങ്കര ഭംഗിയാട്ടോ, നമുക്ക് പോരാൻ തോന്നില്ല. പക്ഷേ നമ്മൾ കേരളത്തിലുള്ളവർക്ക് ഒരിക്കലും ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാന്ന് വെച്ചാൽ അത്രയ്ക്ക് തണുപ്പാണ്. ഉണ്ടായിരിക്കും കേട്ടോ, കേരളത്തിൽ ഇപ്പോൾ മലയാളികളില്ലാത്ത സ്ഥലങ്ങളില്ലല്ലോ. പിന്നെ പട്ടാളക്കാർ ഏകദേശം ഫുള്ളും മലയാളീസായിരുന്നു. അങ്ങനെ നോക്ക്, ഓ അതെല്ലാം മഞ്ഞ് മലകളാണ് കേട്ടോ. മഞ്ഞ് മലകൾ കാണാൻ നമുക്ക് അടുത്ത ദിവസം പോകാം. ആ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളാരും മറക്കരുത്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാനൊരു പുതിയ യൂട്യൂബറാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. പിന്നെ വീഡിയോസൊക്കെ എടുക്കേണ്ട രീതിയെല്ലാം ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. മോനാണ് എല്ലാം പഠിപ്പിച്ചത്. പിന്നെ എന്തെങ്കിലും കുറവുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പം നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റട്ടെ, നിങ്ങൾക്ക് എന്നിലൂടെ ഷെയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഫുള്ള് മഞ്ഞ. അടുത്ത ദിവസം ഞങ്ങൾ മഞ്ഞുമല കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ മഞ്ഞുമലയുടെയും മഞ്ഞിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഇടാം കേട്ടോ. കുറേ സമയം ഞാൻ അവിടുത്തെ മണ്ണെല്ലാം വാരി കളിച്ചു. എനിക്ക് മണ്ണിൻ്റെ മണ്ണും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളങ്ങനെ യാത്ര ചെയ്യിച്ചു. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സന്തോഷത്തിലാണ്. സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് ലഡാക്കിൽ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് ഫാമിലിയായിട്ട് പോകാൻ പറ്റിയല്ലോ. അത് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും അച്ഛനും മോനും ഫ്രണ്ടിലേക്കും ഞാനും മോളും പുറകിലിങ്ങനെ ഇരുന്ന് കാര്യങ്ങളെല്ലാം കാണും. എന്നാന്ന് വെച്ചാൽ മോൾ ഇടയ്ക്ക് ഉറങ്ങിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാനും മോളും എപ്പോഴും പുറകിലാണ് ഇരിക്കുന്നത്. കുട്ടി മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോവും. അങ്ങനെയൊക്കെ ഞങ്ങൾ സേഫായിട്ടാണ് യാത്ര ചെയ്തത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സമയത്തിൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് തിരക്കും, എവിടെയാ സാറേ, കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണമെന്നൊക്കെ പറയും. ഇവിടുത്തെ വീടുകൾ നോക്കും നിങ്ങൾ, ചെറിയ ചെറിയ വീടുകളുണ്ട്. പിന്നെ കല്ല് വെച്ച് കെട്ടിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. നമ്മളിങ്ങ് സിറ്റിയിലേക്ക് എടുത്തു കേട്ടോ. ഇതാണ് വെള്ളാരം കല്ലുകൾ ഞാൻ പെറുക്കിയത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്ത് രസമാണ് നോക്ക് കല്ലുകൾ. ഞാൻ ആ ത്രിവേണി സംഘത്തിൽ നിന്ന് പെറുക്കിയതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഒന്നുകൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.